ഗോഡ് ഫണ്ടഡ് ട്രേഡർ അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് നോക്കിയാലോ. ബിഫോർ ദാറ്റ് ഫോറക്സ് മാർക്കറ്റ് ആൻഡ് ഫണ്ടിംഗ് ഫേംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ കോണ്ടന്റ്സ് ഇനിയും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായി ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. 2023 ഹോങ്കോങ് ബേസ്ഡ് ആയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ഫണ്ടിംഗ് ഫേം ആണ് ഗോഡ് ഫണ്ടഡ് ട്രേഡർ. ഒരു ടിപ്പിക്കൽ ഫണ്ടിംഗ് ഫേമിനെ പോലെ ബ്രോക്കർ എടുത്തുന്ന ഡാറ്റാസ് എടുക്കുന്നതിന് പകരം ഡയറക്ട്ലി ലിക്വിഡിറ്റി പ്രൊവൈഡറിൽ നിന്നുമാണ് ഗോഡ് ഫണ്ടഡ് ട്രേഡർ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. MT5, മാച്ച് ട്രേഡർ, ട്രേഡ് ലോക്കർ എന്നീ ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഗോഡ് ഫണ്ടഡ് ട്രേഡറിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ പേ, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി വഴി അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് ഇതിൽ നിന്നും ചലഞ്ച് അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യാം. ഇനി പേ ഔട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലോ റൈസ് വഴിയോ ക്രിപ്റ്റോ കറൻസി ആയിട്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്നും പേ ഔട്ടുകൾ എടുക്കാം. ഫോറക്സ് ആൻഡ് CFD പേഴ്സിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മേജർ ഫോറക്സ് കറൻസീസും മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ് ഉൾപ്പെടെയുള്ള പല ഡിഫറെന്റ് കറൻസി പേഴ്സ് നമുക്കിതിൽ ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. ചലഞ്ച് അക്കൗണ്ടുകളിൽ 1:100 ലെവറേജും ഇൻസ്റ്റന്റ് അക്കൗണ്ടുകളിൽ 1:50 ലെവറേജും ആണ് ഗോഡ് ഫണ്ടഡ് ട്രേഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോറക്സ് ആൻഡ് മെറ്റൽ പേഴ്സിൽ പെർ ലോട്ടിന് $5 ആണ് ഇവർ കമ്മീഷനായിട്ട് ഈടാക്കുക. ബാക്കിയുള്ള സെഗ്മെന്റുകളിൽ 0 കമ്മീഷനിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇൻസ്റ്റന്റ് അക്കൗണ്ടുകളിൽ വരുന്ന കൺസിസ്റ്റൻസി സ്കോർ 15 to 20% എന്ന നിലയിലായിരിക്കും. ഇനി ന്യൂസ് ട്രേഡിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ ന്യൂസിന് 2 മിനിറ്റ് മുമ്പായിട്ടും ന്യൂസിന് 2 മിനിറ്റ് ശേഷമായിട്ടും നമ്മൾ മാനുവലി ഒരൊറ്റ ട്രേഡിൽ പോലും എൻ്റർ ആവാനോ എക്സിറ്റ് ആവാനോ പാടില്ല. മാത്രമല്ല ന്യൂസ് വഴി നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് 1% മുകളിൽ പോകാനും പാടില്ല. ഇനി ഇൻ കേസ് 1% മുകളിൽ പോയി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നമ്മളുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യില്ല. ഓൾമോസ്റ്റ് ഫണ്ടിംഗ് ഫേംസിലും കാണാത്ത മറ്റൊരു പ്രത്യേകതയും ഗോഡ് ഫണ്ടഡ് ട്രേഡർ ഉണ്ട്. അതായത് ഡെയിലി പ്രോഫിറ്റ് ക്യാപ്. $3000 മുകളിൽ ഒരു ദിവസം നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ഗോഡ് ഫണ്ടറിൽ പാടില്ല. ഇനി ഓവറോൾ റിവ്യൂസും കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമുള്ള ഇവരുടെ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റൂൾസും കാര്യങ്ങളെല്ലാം A to Z മര്യാദക്ക് ഫോളോ ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സിനും ഇവർ മുടങ്ങാതെ പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. സോ ഫൈനലി ഗോഡ് ഫണ്ടഡ് ട്രേഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം.